സുഖമായിരിക്കുന്നു അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് കമ്പ്യൂട്ടറാണ് പഠിക്കേണ്ടത്. ഡു യു നോ ടുഡേയ്സ് ഡേറ്റ്? Today is 7th January 2022. Which day is today? Today is Friday. Okay. From today we are going to study the third term portions and we have to study the sixth lesson, that is paint. Do you know what is paint? Paint is a program used in computer for drawing and color. അപ്പോൾ വരയ്ക്കുന്നതിനും അതുപോലെ തന്നെ കളർ ചെയ്യുന്നതിനും ഒക്കെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമാണ് പെയിന്റ് എന്ന് പറയുന്നത്. ടീച്ചറെ ടെക്സ്റ്റ് റീഡ് ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ. Some hard words are written on the board. All of you listen here. Start. Number 1, upgrades. 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 Number 2, search box. SEARCHBOX. Search box. Number 3, rotate. 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 Number 4, skew. 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 Number 5, clipboard. 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 Number 6, selection. 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 Let us move on to the text. All of you open your text and take page number 42. We have to study the sixth lesson, that is paint. Paint is a graphics program that allows the user to draw or color bitmaped images on a computer. Paint എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക്സ് പ്രോഗ്രാമാണ്. അത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വരയ്ക്കുന്നതിനും അതുപോലെ തന്നെ ബിറ്റ്മേപ്ഡ് ഇമേജസ് കളർ ചെയ്യുന്നതിനുമാണ് യൂസ് ചെയ്യുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് പെയിൻറ്റ്. പെയിൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു യൂസ്. അത് വളരെ സിമ്പിളാണ്. ദെൻ ഇറ്റ് ഹാസ് എവരി ടൂൾ നീഡഡ് ഫോർ ഗ്രാഫിക്സ് എഡിറ്റിംഗ്. ഗ്രാഫിക്സ് എഡിറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ ടൂൾസും ഇതിലുണ്ട്. ഗ്രാഫിക്സ് എഡിറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും വരച്ച് കഴിയുമ്പോൾ അതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ആവശ്യമാണെങ്കിൽ അതെല്ലാം ചെയ്യുന്നതിനുള്ള ടൂൾസ് ഇതിലുണ്ട്. ഇറ്റ് ഈസ് ഓൾവേസ് ഫ്രീ ആൻഡ് വി ഡു നോട്ട് ഹാവ് ടു പേ ഫോർ ദ അപ്ഗ്രേഡ്സ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം പെയിൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഫ്രീ ആണ്. ആൻഡ് വി ഡു നോട്ട് ഹാവ് ടു പേ ഫോർ ദ അപ്ഗ്രേഡ്സിന് നമ്മൾ ഇതിൽ എന്തെങ്കിലും അപ്ഗ്രേഡ്സ് വരുന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിൽ അത് നമുക്ക് അതിനൊന്നും പേ ചെയ്യേണ്ട ആവശ്യം ഇല്ല. പെയിൻറ്റ് അലൗസ് ദ യൂസേഴ്സ് ടു വർക്ക് വിത്ത് ദ ഇമേജസ് ഫ്രം എ സ്കാനർ ഓർ ഡിജിറ്റൽ ക്യാമറ. ഒരു സ്കാനറിൽ നിന്നോ ഡിജിറ്റൽ ക്യാമറയിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യുന്ന ഇമേജസിൽ വർക്ക് ചെയ്യുന്നതിന് നമുക്ക് പെയിൻറ്റ് പ്രോഗ്രാമിലൂടെ സാധിക്കും. ഓക്കെ. ദെൻ ഓപ്പണിംഗ് പെയിൻറ്റ് പ്രോഗ്രാം. എങ്ങനെയാണ് പെയിൻറ്റ് പ്രോഗ്രാം ഓപ്പൺ ചെയ്യുന്നത്? നമ്പർ 1, ക്ലിക്ക് ഓൺ ദ സ്റ്റാർട്ട് മെനു. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? സ്റ്റാർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. ദെൻ ക്ലിക്ക് ഓൺ ഓൾ പ്രോഗ്രാംസിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ക്ലിക്ക് ഓൺ ആക്സസറീസ്. ക്ലിക്ക് ഓൺ ആക്സസറീസിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ക്ലിക്ക് ഓൺ ദ പെയിൻറ്റ്. ഇവിടെ പെയിൻറ്റ് ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ദ പെയിൻറ്റ് വിൻഡോ വിൽ ഓപ്പൺ. അപ്പോൾ എന്താണ് ഓപ്പണായി വരുന്നത്? പെയിൻറ്റ് വിൻഡോ ഓപ്പണായിട്ട് വരുന്നു. We can also start paint program by typing the word paint in the search box of the start menu. ഇനി നമുക്ക് വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന്. അതായത് സ്റ്റാർട്ട് മെനുവിലെ സെർച്ച് ബോക്സ്. ഇതാണ് സെർച്ച് ബോക്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പെയിൻറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പെയിൻറ്റ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നു. ഓക്കെ. Then the first version of Paint was introduced with the first version of Windows 1.0 in November 1985. അതായത് പെയിൻറ്റിൻ്റെ ആ ഫസ്റ്റ് വേർഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് വിൻഡോസിൻ്റെ ഫസ്റ്റ് വേർഷനിലാണ്. അതായത് 1.0 വിൻഡോസ് 1.0 എന്നാണ്? നവംബർ 1985. ഓക്കെ. Paint contains all the tools and commands for drawing and painting. ഇപ്പോൾ ഡ്രോയിങ്ങിനും പെയിൻറ്റിങ്ങിനും ആവശ്യമായിട്ടുള്ള എല്ലാ ടൂൾസും കമാൻഡ്സും ഏതിലുണ്ട്? പെയിൻറ്റിലുണ്ട്. ലുക്ക് അറ്റ് ദ റിബൺ ഗിവൺ ബിലോ കെയർഫുള്ളി. ഇതാ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഈ റിബൺ നമുക്ക് നോക്കിയാൽ അറിയാം എന്തൊക്കെയാണ് ഇതിലുള്ളതെന്ന്. അതായത് ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പ് ഉണ്ട്, ദെൻ ടൂൾസ് ഗ്രൂപ്പ് ഉണ്ട്, ഇമേജ്, ദെൻ ബ്രഷസ്, ഷേപ്സ് ഗ്രൂപ്പ്, ദെൻ തിക്നെസ്, ദെൻ കളർ പാലറ്റ്. അപ്പോൾ ഇതെന്തൊക്കെയാണ്, ഇതിൽ ഓരോന്നിലും എന്തൊക്കെയാണ് ഉള്ളതെന്നാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ. ഫസ്റ്റ് വൺ ദ ക്ലിപ്പ് ബോർഡ് സെക്ഷൻ. ക്ലിപ്പ് ബോർഡ് സെക്ഷനിൽ എന്തൊക്കെയാണ് ഉള്ളത്? ക്ലിപ്പ് ബോർഡ് സെക്ഷനിൽ വരുന്നതാണ് പേസ്റ്റ്, കട്ട്
ആൻഡ് കോപ്പി ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അതിൽ പേസ്റ്റ് ഓപ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? allow us to paste the contents from the clipboard. അതായത് allow us to paste the contents from the clipboard. ക്ലിപ്ബോർഡിലുള്ള കണ്ടൻസ് പേസ്റ്റ് ചെയ്യുന്നതിനാണ് പേസ്റ്റ് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. then cut. allow us to cut the selection from the canvas and put it in the clipboard. അതായത് ക്യാൻവാസിലുള്ള സെലക്ഷൻ കട്ട് ചെയ്ത് അതിനെ എവിടെ കൊണ്ടുപോയിടുന്നു? ക്ലിപ്ബോർഡിൽ കൊണ്ടിടുന്നു. then copy. allow us to copy the selection from the canvas and put it in the clipboard. അപ്പോൾ ക്യാൻവാസിലുള്ള സെലക്ഷൻ കോപ്പി ചെയ്ത് അതിനെ എവിടെ ഇടുന്നു? ക്ലിപ്ബോർഡിൽ കൊണ്ടുപോയി ഇടുകയാണ്. ഏത് ഓപ്ഷൻ ചെയ്യുന്നത്? കോപ്പി ഓപ്ഷൻ. ദെൻ ഇൻ ദ ഇമേജ് സെക്ഷൻ. ഇമേജ് സെക്ഷനിൽ എന്തൊക്കെയാണ് വരുന്നത്? സെലക്ട്, ക്രോപ്പ്, റീസൈസ് ആൻഡ് റൊട്ടേറ്റ്. ദെൻ ഫസ്റ്റ് വൺ സെലക്ട്. allow us to select objects with a rectangular select box. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഓബ്ജക്ട്സ് നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ അത് ഏതോടുകൂടിയാണ് സെലക്ട് ആവുന്നത്? ഒരു റെക്റ്റാങ്കുലർ സെലക്ട് ബോക്സോട് കൂടി ആ ഓബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാനായിട്ട് നമ്മളെ അലോ ചെയ്യുകയാണ്. ഏത് ഓപ്ഷൻ ചെയ്യുന്നത്? സെലക്ട് ഓപ്ഷൻ. ദെൻ ക്രോപ്പ്. allow us to cut the picture so that it only contains a certain section. അപ്പോൾ ക്രോപ്പ് ഓപ്ഷൻ എന്താ ചെയ്യുന്നത്? ഒരു പിക്ചറിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ആ സെക്ഷൻ ഭാഗങ്ങളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പിക്ചർ കട്ട് ചെയ്യുന്നതിനാണ് ഏത് ഉപയോഗിക്കുന്നത്? ക്രോപ്പ് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ദെൻ റീസൈസ്. allow us to change or skew the height or width of the picture. ഒരു റീസൈസ് ഓപ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു പിക്ചറിൻ്റെ സൈസ് എന്താണ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നതിനാണ് റീസൈസ് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ദെൻ റൊട്ടേറ്റ്. allow us to flip the picture or selection. ഒരു പിക്ചർ അല്ലെങ്കിൽ സെലക്ഷനെ റൊട്ടേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഫ്ലിപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റൊട്ടേറ്റ് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ദെൻ ഇൻ ദ ടൂൾ സെക്ഷൻ. ടൂൾ സെക്ഷനിൽ എന്തൊക്കെയാണ് വരുന്നത്? പെൻസിൽ, ഫിൽ വിത്ത് കളർ, ദെൻ ടെക്സ്റ്റ്, എറൈസർ, ദെൻ കളർ പിക്കർ, ദെൻ മാഗ്നിഫയർ ആൻഡ് ബ്രഷസ്. ഫസ്റ്റ് വൺ പെൻസിൽ. allow us to draw ഫ്രീ ഫോം ലൈൻസ് ആൻഡ് കേർവ്സ്. അപ്പോൾ പെൻസിൽ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഫ്രീ ഫോം ലൈൻസും കേർവ്സും ഒക്കെ ഡ്രോ ചെയ്യുന്നതിനാണ്, വരയ്ക്കുന്നതിനാണ് പെൻസിൽ ഉപയോഗിക്കുന്നത്. ദെൻ ഫിൽ വിത്ത് കളർ. allow us to fill an entire area with a single color. അപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയ നമുക്ക് കളർ ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്? ഫിൽ വിത്ത് കളർ. ദെൻ ടെക്സ്റ്റ്. allow us to enter ടെക്സ്റ്റ്. ഇപ്പോൾ എന്തെങ്കിലും ടെക്സ്റ്റ് നമുക്ക് അല്ലെങ്കിൽ വേർഡ്സ് നമുക്ക് എൻ്റർ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഏത് ടൂളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? ടെക്സ്റ്റ് ടൂളാണ് സെലക്ട് ചെയ്യുന്നത്. ദെൻ എറൈസർ. allow us to erase any part of our drawing. ഇപ്പോൾ നമ്മൾ വരച്ചതിൽ എന്തെങ്കിലും പാർട്ട് നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് എറൈസ് ചെയ്യുന്നതിനാണ് ഏത് ഉപയോഗിക്കുന്നത്? എറൈസർ ഉപയോഗിക്കുന്നത്. ദെൻ കളർ പിക്കർ. allow us to use an exactly matched color of a color already used or already present in the fill. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും നേരത്തെ ഒരു പിക്ചർ നമ്മൾ വരച്ചത് എന്താ കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉള്ള ഒരു കളർ ഇപ്പം നമുക്കിപ്പോൾ ആവശ്യമാണെങ്കിൽ അതിൽ നിന്നും ആ കളർ പിക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്? കളർ പിക്കർ ഉപയോഗിക്കുന്നത്. ഓക്കെ. ദെൻ മാഗ്നിഫയർ. allow us to zoom in or zoom out of the file we are working with. അപ്പോൾ ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫയൽ സൂം ഇൻ ചെയ്യുന്നതിനും സൂം ഔട്ട് ചെയ്യുന്നതിനുമാണ് മാഗ്നിഫയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ദെൻ ബ്രഷസ്. allow us to draw free form lines and curves. ഫ്രീ ഫോം ലൈൻസും കേർവ്സും ഡ്രോ ചെയ്യുന്നതിനാണ്, വരയ്ക്കുന്നതിനാണ് ബ്രഷസ് ഉപയോഗിക്കുന്നത്. ഓക്കെ. ദെൻ ഇൻ ദ ഷേപ്സ് സെക്ഷൻ. ഷേപ്സ് സെക്ഷനിൽ എന്തൊക്കെയാണ് വരുന്നത്? ഔട്ട്ലൈൻ, ദെൻ ഫിൽ, ദെൻ സൈസ്. ഓക്കെ. ഫസ്റ്റ് വൺ ഔട്ട്ലൈൻ. allow us to select the medium of outline. ഔട്ട്ലൈൻ്റെ മീഡിയം സെലക്ട് ചെയ്യുന്നതിനാണ് ഏത് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്? ഔട്ട്ലൈൻ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ദെൻ ഫിൽ. allow us to select the medium of fill. അതായത് ഫിൽ മീഡിയം സെലക്ട് ചെയ്യുന്നതിനാണ് എന്താണ് ഫിൽ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ദെൻ സൈസ്. allow us to select the width of the selected tool. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ടൂളിൻ്റെ വിഡ്ത്ത് സെലക്ട് ചെയ്യുന്നതിനാണ് ഏതാ ഉപയോഗിക്കുന്നത്? സൈസ് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ദെൻ ഇൻ ദ കളർ സെക്ഷൻ. കളർ സെക്ഷനിൽ ഏതൊക്കെയാണ് വരുന്നത്? കളർ 1, കളർ 2, ദെൻ കളർ പാലറ്റ്, ദെൻ എഡിറ്റ് കളേഴ്സ്. കളർ 1. foreground color is used for pencils, brushes or shapes. ഷേപ്സ് ഔട്ട്ലൈൻ. അപ്പോൾ ഫോർഗ്രൗണ്ട് കളർ ഉപയോഗിക്കുന്നത് കളർ 1ൽ ഫോർഗ്രൗണ്ട് കളറാണ് വരുന്നത്. അതെന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? പെൻസിൽസിനും ബ്രഷസിനും ഷേപ്സ് ഔട്ട്ലൈനുമാണ് ഉപയോഗിക്കുന്നത്. ദെൻ കളർ 2. കളർ 2ൽ ബാക്ക്ഗ്രൗണ്ട് കളറാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ ഈസ് യൂസ്ഡ് ഫോർ എറൈസേഴ്സ് ഓർ ഷേപ്സ് ഫിൽസ്. ബാക്ക്ഗ്രൗണ്ട് കളർ ഉപയോഗിക്കുന്നത് എന്തിനൊക്കെയാണ്? എറൈസറിനും അതുപോലെ തന്നെ ഷേപ്സ് ഫില്ല് ചെയ്യാനുമാണ് ഉപയോഗിക്കുന്നത്.
Then color palette. A palette of different colors helps us to choose കളേഴ്സ് ടു ഡ്രോ വിത്ത്. അപ്പോൾ കളർ പാലറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഒത്തിരി കളേഴ്സ് ഉണ്ടായിരിക്കും. അതിൽ നമുക്ക് ആവശ്യമുള്ള കളർ എന്തിന് ചൂസ് ചെയ്യാൻ സാധിക്കുന്നു? വരയ്ക്കുന്നതിന് നമുക്ക് ആവശ്യമുള്ള കളർ അതിൽ നിന്നും ചൂസ് ചെയ്യാം. ഓക്കെ. ദെൻ എഡിറ്റ് കളേഴ്സ്. അലോ വാസ് ടു സെലക്ട് ന്യൂ കളേഴ്സ് ഫോർ ദ കളർ പാലറ്റ്. ഇപ്പോൾ കളർ പാലറ്റിൽ ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളൊരു കളറ് ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ, നമ്മൾ എഡിറ്റ് കളേഴ്സിൽ പോയിട്ട് അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ, നമുക്കൊരു ന്യൂ കളർ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ. ദെൻ ഇൻ ദ വ്യൂ സെക്ഷൻ. വ്യൂ സെക്ഷനിൽ എന്താ വരുന്നത്? സൂം ഇൻ. സൂം ദ ഇമേജ് ഇൻ. ഇമേജിനെ സൂം ഇൻ ചെയ്യുന്നതിനാണ് ഏത് ഉപയോഗിക്കുന്നത്? സൂം ഇൻ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ദെൻ സൂം ഔട്ട്. സൂംസ് ദ ഇമേജ് ഔട്ട് അല്ലേ? ഇമേജ് സൂം ഔട്ട് ചെയ്യുന്നതിനാണ് എന്തുപയോഗിക്കുന്നത്? സൂം ഔട്ട് ഓപ്ഷൻ. ദെൻ 100% ഓപ്ഷൻ ബ്രിങ്സ് ദ ഇമേജ് ബാക്ക് ടു നോർമൽ. അപ്പോൾ ഇമേജിനെ നോർമൽ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നതിനാണ് 100% ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ദെൻ റൂളർ. പുട്സ് എ റൂളർ ഓൺ ദ ഇമേജ് ഫോർ മെഷറിങ്. അതായത് ഇമേജിനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ റൂളർ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ദെൻ ഗ്രിഡ് ലൈൻസ്. പുട്ട് എ ഗ്രിഡ്സ് ഓൺ ദ ഇമേജ് allowing the alignment of shapes. Put a grid on the image allowing the alignment of shapes അല്ലേ? അതായത് ഗ്രിഡ് ലൈൻസ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഇമേജിൻ്റെ ഷേപ്സിൻ്റെ അലൈൻമെൻറ്റ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രിഡ് ലൈൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ദെൻ സ്റ്റാറ്റസ് ബാർ പ്രൊവൈഡ്സ് ദ ഡയമെൻഷൻസ് ഓഫ് ദ ഇമേജ് അറ്റ് ദ ബോട്ടം ഓഫ് ദ പേജ്. അതായത് പേജിൻ്റെ ബോട്ടം സൈഡിൽ എന്താണ്, ഒരു ഇമേജിൻ്റെ ഡയമെൻഷൻസ് കാണിക്കുന്നതിനാണ് സ്റ്റാറ്റസ് ബാർ യൂസ് ചെയ്യുന്നത്. ദെൻ ഫുൾ സ്ക്രീൻ. പുട്ട് ദ ഇമേജ് ഇൻ ഫുൾ സ്ക്രീൻ. ഇമേജ് ഫുൾ സ്ക്രീനിൽ കാണുന്നതിനാണ് ഫുൾ സ്ക്രീൻ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ദെൻ തംബ്നെയിൽ. ഒൺലി ക്യാൻ ബി യൂസ്ഡ് വെൻ സൂംഡ്. അപ്പോൾ പിക്ചേഴ്സ് അല്ലെങ്കിൽ ഇമേജസ് സൂം ഇൻ ചെയ്യുന്ന സമയത്താണ് തംബ്നെയിൽ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഷോസ് ദാറ്റ് ദ നോർമൽ ഇമേജ് വുഡ് ലുക്ക് ലൈക്ക് അല്ലേ? അപ്പോൾ ആ നോർമൽ ഇമേജിൻ്റെ നോർമൽ സൈസ് എങ്ങനെയാണ് എന്നതാണ് തംബ്നെയിലിൽ കാണിക്കുന്നത്. ഓക്കെ. ഈസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി ഓപ്പണിങ് എ സേവ്ഡ് ഇമേജ്. ഒരു നമ്മൾ സേവ് ചെയ്ത ഇമേജ് നമുക്ക് വീണ്ടും ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? വി ക്യാൻ ഓപ്പൺ എ സേവ്ഡ് ഇമേജ് ബൈ ദ ഫോളോയിങ് സ്റ്റെപ്സ്. അപ്പോൾ താഴെ പറയുന്ന കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ സേവ് ചെയ്ത ഒരു ഇമേജ് നമുക്ക് ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് സാധിക്കുന്നു. നമ്പർ 1, ക്ലിക്ക് ഓൺ പെയിൻറ്റ് ബട്ടൺ. പെയിൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ എ മെനു വിൽ അപ്പിയർ. ഇതുപോലുള്ള ഒരു മെനു വരുന്നുണ്ട്. ദെൻ ക്ലിക്ക് ഓൺ ദ ഓപ്പൺ ബട്ടൺ. ദ ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദ ഓപ്പൺ ഡയലോഗ് ബോക്സ് വിൽ അപ്പിയർ. ഇതാണ് ഓപ്പൺ ഡയലോഗ് ബോക്സ് വരുന്നുണ്ട്. ദെൻ ക്ലിക്ക് ഓൺ ദ ഇമേജ് ദാറ്റ് ഈസ് ടു ബി ഓപ്പൺ. അപ്പോൾ ഈ ഇമേജിൽ നമുക്ക് ഏത് ഇമേജാണോ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് അതിൽ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. ദെൻ ക്ലിക്ക് ഓൺ ദ ഓപ്പൺ ബട്ടൺ. ദ ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ദ സേവ്ഡ് ഇമേജ് വിൽ ഓപ്പൺ ഇൻ ദ പെയിൻ വിൻഡോ. പെയിൻ വിൻഡോയിൽ നമ്മൾ സേവ് ചെയ്ത ആ ഇമേജ് അല്ലെങ്കിൽ പിക്ചർ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഓക്കെ. ഈസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ടീച്ചർ എന്ന് പഠിപ്പിച്ചത് എല്ലാവരും വീട്ടിൽ നിന്ന് നന്നായിട്ട് ടെക്സ്റ്റ് റീഡ് ചെയ്ത് മനസ്സിലാക്കുക. ഓക്കെ. ലെറ്റ് us move on to the notebook. All of you open your notebook. Write today's date and the name of the lesson. Please listen to the hard words. Upgrades. 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 Search box. SEARCHBOX. Search box. Rotate. 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 Skew. 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 Clipboard. 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 Then selection. 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 All of you write these hard words 5 times neatly, touching the lines, and send it to me. Okay, bye children. Good morning children. Good morning. Science in the third term science പഠിക്കേണ്ട lesson measurement ആണ് കേട്ടോ. എന്താണ് measurement? In our daily life we measure many things അല്ലേ? നമുക്ക് അതാണ് പഠിക്കേണ്ടത്. നമ്മുടെ ബോഡി പാർട്സ് എന്തൊക്കെയായിട്ട് നമുക്ക് അളക്കാൻ മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് പഠിക്കാം. ടീച്ചർ അത് എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയായിട്ട് ആക്ടിവിറ്റി? ഫുഡ് സ്പാൻ, ഹാൻഡ് സ്പാൻ, ആം ലെങ്ത്, അങ്ങനെ മെനി വേസ് ആയിട്ട് നമുക്ക് മെഷർമെന്റ് കണ്ടെത്താൻ കഴിയും.
അപ്പോൾ മെഷർമെന്റിനെ കുറിച്ച് ടീച്ചർ പറഞ്ഞല്ലോ. അപ്പൊ മെഷർമെന്റ് തിങ്സിൽ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ള സ്കെയിൽ കണ്ടല്ലോ, നോക്കിയേ അല്ലേ? യു സീ ദിസ് മെഷർമെന്റ് സ്കെയിൽ, ദെൻ മെഷർമെന്റ് ടാപ്പ്, മെഷർമെന്റ് തിങ്സ് ഇനി ആരൊക്കെ ഉണ്ട് കേട്ടോ, വേറെയുണ്ട്, അത് ടീച്ചർ പറഞ്ഞു തരാം. അപ്പോൾ സ്കെയില് നോക്കുക, മനസ്സിലാക്കുക അല്ലേ? മെഷർമെന്റ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഒന്ന് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒന്നാണ് സ്കെയിൽ കേട്ടോ. ഓക്കെ, അപ്പൊ ഹാർവേഡ്സ് ടീച്ചർ വായിക്കാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. പ്ലീസ് ലിസൺ ദ ബോർഡ്. Please listen children. Let us read measurement. Cubit, hand span, foot span, arm length. Cubit, hand span, foot span, arm length. Cubit, C-U-B-I-T, cubit. Hand span, H-A-N-D-S-P-A-N, hand span. Foot span, F-O-O-T-S-P-A-N, foot span. Arm length, A-R-M-L-E-N-G-T-H, arm length. Okay children, clear? Okay, text വായിക്കാം. All of you please take your text, page number 87. Page number 87. Measurement. എന്താണ്? Measurement. Lesson 1, measurement. In our everyday life we need to measure many things. അല്ലേ? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പലതും അളക്കേണ്ടതായിട്ടുണ്ട്. പല വസ്തുക്കളും അളന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന്, the street vendor measures the quantity of vegetables, fruit, etc. Milkman measures the quantity of milk. The tailor measures the length of a cloth and so on. അല്ലേ? എന്താണ് പറയുന്നത്? എക്സാമ്പിളായിട്ട് ദ സ്ട്രീറ്റ് വെൻഡർ മെഷേഴ്സ്, വഴിയോര കച്ചവടക്കാരനെയാണ് സ്ട്രീറ്റ് വെൻഡർ എന്ന് പറയുന്നത്. അവർ എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് വെജിറ്റബിൾസ് അല്ലേ, പച്ചക്കറികളുടെ അളവ് അളക്കുന്നു, ഫ്രൂട്ട്സിൻ്റെ എക്സെട്ര അല്ലേ. ദെൻ മിൽക്ക് മാൻ അറിയാമല്ലോ. യെസ്, മിൽക്ക് മാൻ മെഷേഴ്സ് ദ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക്, പാലിൻ്റെ അളവ് അളക്കുന്നു. ദെൻ ദ ടൈലർ മെഷേഴ്സ് ദ ലെങ്ത് ഓഫ് എ ക്ലോത്ത് ആൻഡ് സോ ഓൺ അല്ലേ. ടൈലർ, തയ്യൽക്കാരൻ എന്താണ്? ക്ലോത്തിൻ്റെ ലെങ്ത് മെഷർ ചെയ്യുന്നു അല്ലേ. നിങ്ങൾക്കറിയാം. യെസ്, നിങ്ങൾ സ്റ്റിച്ചിങ് കടയിൽ ഷോപ്പിൽ പോയിട്ട് നിങ്ങളുടെ അളവെടുക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. യെസ്, ദെൻ നോക്കൂ, പ്ലീസ് ലുക്ക് ഹിയർ. മെഷറിംഗ് ലെങ്ത്. എന്താണ് മെഷറിംഗ് ലെങ്ത്? വി ക്യാൻ മെഷർ ദ ലെങ്ത് ഓഫ് എ തിങ് യൂസിങ് അവർ ബോഡി പാർട്സ്. നമ്മുടെ ബോഡി പാർട്സ് ഉപയോഗിച്ച് വസ്തുക്കളുടെ അളവുകൾ അളക്കാൻ പറ്റുന്നു അല്ലേ. ലെങ്ത് ഓഫ് എ തിങ് യൂസിങ് അവർ ബോഡി പാർട്സ്. ഫസ്റ്റ് പോയിന്റ്, ക്യൂബിറ്റ്, ദ ഡിസ്റ്റൻസ് ഫ്രം ദ എൽബോ ടു ദ ടിപ്പ് ഓഫ് മിഡിൽ ഫിംഗർ. കൈമുട്ട് മുതൽ ഡിസ്റ്റൻസ് ഫ്രം ദ എൽബോ ടു ദ ടിപ്പ് ഓഫ് മിഡിൽ ഫിംഗർ, നടുവിരലിൻ്റെ അറ്റം വരെയുള്ള ദൂരമാണ് ക്യൂബിറ്റ് എന്ന് പറയും. മുഴം എന്ന് മലയാളത്തിൽ പറയും. ദെൻ ഹാൻഡ് സ്പാൻ, ദ ലെങ്ത് ബിറ്റ്വീൻ ദ ടിപ്പ് ഓഫ് ദ തം ആൻഡ് ദി ലിറ്റിൽ ഫിംഗർ. എന്താണ് ഹാൻഡ് സ്പാൻ? തള്ളവിരലിൻ്റെയും ചെറുവിരലിൻ്റെയും ഇടയിലുള്ള നീളം. ദെൻ ഫുട്ട് സ്പാൻ, ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ 1 ഫുട്ട് സ്റ്റോപ്പ് അല്ലേ. എന്താണ്? കാൽ ചുവടുകൾ കൊണ്ടുള്ള ദൂരം അല്ലേ, ഡിസ്റ്റൻസ്. ആം ലെങ്ത് എന്താണ്? ദ ലെങ്ത് ബിറ്റ്വീൻ ദ ഷോൾഡർ ആൻഡ് ദ മിഡിൽ ഫിംഗർ. എന്താണ്? തോളിനും നടുവിരലിനും ഇടയിലുള്ള നീളം. ഇതെവിടെ കാണിച്ചിരിക്കുന്നു? ലുക്ക് ദിസ് പിക്ചേഴ്സ് ക്ലിയർലി. ക്യൂബിറ്റ്, ഹാൻഡ് സ്പാൻ, ഫുട്ട് സ്പാൻ, ആം ലെങ്ത്. കണ്ടോ? നോക്കിയേ, മനസ്സിലാവുന്നുണ്ടോ? ഇത് കൂടെ വായിച്ചതിന് ശേഷം ഇതിങ്ങനെ നോക്കുക, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും കേട്ടോ. ക്യൂബിറ്റ്, ഹാൻഡ് സ്പാൻ, ഫുട്ട് സ്പാൻ, ആം ലെങ്ത്. ഓക്കെ ചിൽഡ്രൻ, ദെൻ ആക്ടിവിറ്റി ടൈമാണ് കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ച് ഇത് നോട്ട്ബുക്ക് ടെക്സ്റ്റിൽ ഇത് നീറ്റായിട്ട് ചെയ്ത് ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരേണ്ടതാണ്. ശ്രദ്ധിച്ച് പറയുന്നത് ചെയ്യുക. റിക്വസ്റ്റ് യുവർ ഫാമിലി മെമ്പേഴ്സ് ടു മെഷർ ദ ലെങ്ത് ഓഫ് യുവർ ഡൈനിങ് ടേബിൾ ഇൻ ഹാൻഡ് സ്പാൻ. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് ആരെങ്കിലും മെഷർ ചെയ്യാൻ പറയണം. എന്തിൻ്റെയാണ്? ദ ലെങ്ത് ഓഫ് യുവർ ഡൈനിങ് ടേബിളിൻ്റെ ലെങ്ത്. ഹാൻഡ് സ്പാൻ ഇതെവിടെ ഉണ്ട് നോക്കിയേ. ഹാൻഡ് സ്പാൻ കണ്ടോ? ഹാൻഡ് സ്പാൻ കൊണ്ട് മെഷർ ചെയ്ത് നിങ്ങളുടെ ഡൈനിങ് ടേബിളിൻ്റെ മെഷർമെൻറ്റ് അളന്ന് റൈറ്റ് യുവർ ഒബ്സർവേഷൻസ് ഇൻ ദ ടേബിൾ. കേട്ടോ? ടേബിളിൻ്റെ
ലെങ്ത് ഒബ്സർവ് ചെയ്ത് അത് എഴുതണം കേട്ടോ. നോട്ട്ബുക്കിൽ എഴുതിയിട്ട് ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി. ഓക്കെ, ദെൻ നോക്കിയേ മെമ്പർ ഫാദർ മദർ ബ്രദർ ആൻഡ് സിസ്റ്റർ യു കണ്ടോ. മെമ്പർ നമ്മുടെ ഫാമിലി മെമ്പർ ഏതൊക്കെ നോക്കിയേ പറഞ്ഞിട്ടുണ്ട് 4 പേരുടെ. ദെൻ നമ്പർ ഓഫ് ഹാൻഡ് സ്പാൻസ്, അവരുടെ ഹാൻഡ് സ്പാൻസിൻ്റെ മെഷർമെൻ്റ് ആണെന്ന് ഇവിടെ എഴുതി കേട്ടോ. എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം. ഓക്കെ ചിൽഡ്രൻ, ഈസ് ദ നമ്പർ ഓഫ് ഹാൻഡ് സ്പാൻസ് ഓഫ് ഈച്ച് മെമ്പർ ദ സെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാവരുടെയും നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെയും ഹാൻഡ് സ്പാൻസിൻ്റെ ലെങ്ത് അത് കറക്റ്റാണോ എന്നുള്ളതാണ്. സെയിം ആണോ, ഒരേപോലെയാണോ എന്നുള്ളതാണോ, യെസ് ഓർ നോ ഇവിടെ എഴുതണം. കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്ത് ഇവിടെ ആൻസർ ചെയ്ത് ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം. ഓക്കെ, ഡോണ്ട് ഫർഗെറ്റ് ദിസ്. ഓക്കെ, പ്ലീസ് ലിസൺ. നമുക്കിനി നോട്ട്ബുക്കിൽ ഹാർഡ് വേർഡ്സ് എഴുതാം കേട്ടോ. ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട്ബുക്ക്, റൈറ്റ് ടുഡേയ്സ് ഡേറ്റ് ആൻഡ് ഡേ. ലെസൺ 1 മെഷർമെൻറ്റ്. ക്യൂബിറ്റ്, ഹാൻഡ് സ്പാൻ, ഫുട്ട് സ്പാൻ, ആം ലെങ്ത്. ക്യൂബിറ്റ്, ഹാൻഡ് സ്പാൻ, ഫുട്ട് സ്പാൻ, ആം ലെങ്ത്. ക്യൂബിറ്റ്, CUBIT, ക്യൂബിറ്റ്. ഹാൻഡ് സ്പാൻ, HANDSPAN, ഹാൻഡ് സ്പാൻ. ഫുട്ട് സ്പാൻ, FOOTSPAN, ഫുട്ട് സ്പാൻ. ആം ലെങ്ത്, ARMLENGTH, ആം ലെങ്ത്. ഓക്കെ ചിൽഡ്രൻ, ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതി 5 ടൈംസ് എഴുതണം. എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ചിൽഡ്രൻ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുവാണ്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷാണ് ടൈം കളയേണ്ട, നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇംഗ്ലീഷിൽ എന്തായിരുന്നു പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചത്? ന്യൂ ലെസൺ ആയിരുന്നു, പോയമായിരുന്നു അല്ലേ. റെയിനിൻ സമ്മർ എന്ന പോയമാണ് പഠിച്ചത്. അതിൻ്റെ കണ്ടിന്യൂഷൻ ആക്ടിവിറ്റി, ടെക്സ്റ്റ് ആക്ടിവിറ്റീസ് ഒക്കെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ. പ്രീവിയസ് ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ നമ്മൾ ചെയ്തു, മീനിങ്സ് ഒക്കെ പഠിച്ചു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആക്ടിവിറ്റിയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ? ഓക്കെ ചിൽഡ്രൻ. Okay, all of you take your textbook. Please listen here, page number 5. Okay, right. Let's read the following poem carefully and find out how the poet wrote it. അപ്പോൾ നമ്മൾ ഈ ലെസണിലൊരു പോയമാണ് പഠിച്ചത് അല്ലേ. റെയിൻ ഇൻ സമ്മർ എന്നുള്ളൊരു പോയമാണ് പഠിച്ചത്. അപ്പോൾ നമ്മൾ ഒരു പോയം കാണുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറ്? പോയത്തിന് എപ്പോഴും ഒരു ടൈറ്റിൽ കാണും അല്ലേ. പിന്നെ എന്താണോ സബ്ജക്റ്റ് അതിനെക്കുറിച്ചുള്ള വിവരണമായിരിക്കും ബാക്കി കാണുന്നതല്ലേ. യെസ്, നോക്കിയേ ഇവിടെ. ലെറ്റ്സ് റീഡ് ദ ഫോളോയിങ് പോയം കെയർഫുള്ളി ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ ദ പോയം റോട്ട്. എങ്ങനെയാണ് ഒരു പോയം എഴുതുന്നത്? അപ്പോൾ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വേണ്ടത് എന്നുള്ളതാണ്. ഹംഗ്രി ഫ്രോഗ്, നോക്കി ഇവിടെ ബോക്സിൽ ഹംഗ്രി ഫ്രോഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഹംഗ്രി ഫ്രോഗ് എന്ന് പറയുന്നത് ടൈറ്റിൽ ഓഫ് ദി പോയമാണ്. പോയത്തിൻ്റെ ടൈറ്റിലാണ് ഹംഗ്രി ഫ്രോഗ്. ലിറ്റിൽ ഹംഗ്രി ഫ്രോഗ്. ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദി സബ്ജക്റ്റ്. ആ സബ്ജക്റ്റിനെ കുറിച്ചുള്ളൊരു ഡിസ്ക്രിപ്ഷനാണ് പിന്നെ നമ്മൾ കാണുന്നത്. റെസ്റ്റിംഗ് ഓൺ എ ലില്ലി പാഡ്. റെസ്റ്റിംഗ് ഓൺ എ ലില്ലി പാഡ് എന്താണിത്? വാട്ട് ഈസ് ദ സബ്ജക്റ്റ് ഡൂയിങ്? എന്താണ് ആ വിഷയത്തിൽ ചെയ്യുന്നത്? വാട്ട് ഈസ് ഇറ്റ്? ഡ്രീം ഓഫ് കേർലെസ് ഫ്ലൈസ്. ഇമാജിൻഡ് തിങ്സ് അബൌട്ട് ദി സബ്ജക്റ്റ്. പിന്നെ എന്താണ്? സാങ്കല്പികമായിട്ട് വരുന്ന കാര്യങ്ങൾ, കണ്ടൻസിനെ ആഡ് ചെയ്യുന്നു ആ സബ്ജക്റ്റിൽ. അപ്പോൾ എപ്പോഴും ഒരു പോയത്തിൽ ഫസ്റ്റ് വേണ്ടത് ടൈറ്റിലാണ്. ടൈറ്റിൽ ഓഫ് ദ പോയമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ എന്താണ്? സബ്ജക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ. പിന്നെ എന്താണോ സബ്ജക്റ്റ് ചെയ്യുന്നത്, എന്താണ് അതിൽ പറയുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പോയം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നൗ റൈറ്റ് യുവർ ഓൺ പോയം ഓൺ എനി സബ്ജക്റ്റ് ഇൻ യുവർ നോട്ട്ബുക്ക് യൂസിങ് ദ പാറ്റേൺ എബോവ്. ഈ തന്നിരിക്കുന്ന പാറ്റേൺ യൂസ് ചെയ്ത് ഇതിനെ ഉൾക്കൊള്ളിച്ച് നിങ്ങൾക്ക് ഒരു പോയം എഴുതാം. എനി സബ്ജക്റ്റ്, ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്ത് ഒരു നല്ലൊരു പോയം എഴുതാം. അപ്പോൾ എഴുതി ടീച്ചറിനെ നോട്ട്ബുക്കിൽ എഴുതി എല്ലാവരും പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ വാല്യൂസ് ആൻഡ് ലൈഫ് സ്കിൽസ്. വെൻ ഇറ്റ് റെയിൻസ്, പ്ലേയിങ് ഇൻ ദ റെയിൻ ഈസ് ഫൺ. യു മേ catch a cold if you play too long. What are the things you should be careful about while playing in the rain? മഴയിൽ
റെയിൻ ടൈമിൽ കളിക്കുക എന്നുള്ളൊരു രസകരമായ കാര്യമാണ്. മഴയിൽ കളിക്കുക എന്ന് പറയുന്നത് വെരി ഫണ്ണാണ്. ദെൻ യു മേ കാച്ച് എ കോൾഡ് ഇഫ് യു പ്ലേ ടു ലോങ്. കൂടുതൽ സമയം മഴയിൽ കളിച്ചാൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരും, കോൾഡൊക്കെ ഉണ്ടാവും അല്ലേ. വാട്ട് ആർ ദി തിങ്സ് യു ഷുഡ് ബി കെയർഫുൾ എബൌട്ട് വൈൽ പ്ലേയിങ് ഇൻ ദ റെയിൻ. നിങ്ങൾ മഴയത്ത് കളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറ്? വാട്ട് ആർ ദ തിങ്സ് യു ഷുഡ് ബി കെയർഫുൾ എബൌട്ട് വൈൽ പ്ലേയിങ് ഇൻ ദി റെയിൻ. Then second one, have you noticed water flooding the streets and roads after heavy rain? This is because the trains have got clogged with plastic bags and other waste materials that some people carelessly threw away. What can we do to stop this? Write down a few points and discuss them with your friends. നമുക്ക് എന്തായാലും ഗൂഗിൾ മീറ്റിൽ വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അതായത് ഹെവി റെയിനായിട്ടുള്ള ടൈമിൽ വാട്ടർ ഫ്ലഡിങ് ഒക്കെ നമ്മുടെ സ്ട്രീറ്റിൽ കാണാറുണ്ട്, നമ്മൾ നോട്ടീസ് ചെയ്യാറുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ഒരുപാട് ഈ മഴ സമയത്ത് മലിനമാക്കപ്പെടുന്നത് പ്ലാസ്റ്റിക് ബാഗ്സും അതർ വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ കൊണ്ട് ഒരുപാട് ഡംപ് ചെയ്യുന്നതും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുവാണ്. ഒരുപാട് മനുഷ്യരിതിന് എന്താണ് നമ്മുടെ സമൂഹത്തെയും നമ്മുടെ പരിസരത്തെയും ചുറ്റുപാടിനെയൊക്കെ എല്ലാം കെയർലെസ്ലി ഒരുപാട് മലിനമാക്കപ്പെടുന്നുണ്ട്. അശ്രദ്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. റൈറ്റ് ഡൗൺ എ ഫ്യൂ പോയിൻറ്റ്സ് ആൻഡ് ഡിസ്കസ് ദം വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇതിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ പരിസരത്ത് നിന്നും ഇല്ലാതാക്കാനായിട്ട് നമുക്കെന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് നമുക്ക് ഫ്രണ്ട്സുമായിട്ടൊക്കെ ചേർന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ചിൽഡ്രൻ. ദെൻ ഫൺ ടൈം. Draw a scene of a rainy day in your scrapbook and color it. Write the things you would like to do on rainy day or any memory associated with the rain day in your scrap. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊരു റെയിനി ഡേയുടെ ഒരു മഴയുള്ള ദിവസത്തിൻ്റെ ഒരു പിക്ചർ, നിങ്ങളുടെ ഇമാജിനിൽ നിന്നുള്ള ഒരു പിക്ചർ നമ്മുടെ നോട്ട്ബുക്കിൽ വരച്ച് കാണിക്കുക. ഓക്കെ. നമ്മൾ ഏത് പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന മലയാളത്തിലെ? മഹാനായ ടാഗോർ, രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ? ജനഗണമന എഴുതിയത്, ദേശീയ ഗാനം എഴുതിയത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. നമ്മൾ പാഠം നല്ലതുപോലെ വായിച്ചു. എല്ലാവരും നല്ലതുപോലെ വായിക്കണം. നമുക്കിനി ആ ടെക്സ്റ്റിന്റെ, ആ പാഠത്തിന്റെ ടെക്സ്റ്റ് ആക്ടിവിറ്റീസ് ആണ് എഴുതേണ്ടത്, നോട്ട്സ് കേട്ടോ. നമുക്ക് നോട്ട്സ് എഴുതാം, ടെക്സ്റ്റ് ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ ചിൽഡ്രൻ. All of you take your notebook, write today's date and day. അർത്ഥം എഴുതുക. ഭാരതീയൻ, ഭാരതത്തിൽ ജനിച്ചു വളർന്നവൻ. ജേതാവ്, ജയിച്ചവർ. തത്പരൻ, താല്പര്യമുള്ളവൻ. ഉചിതം, യോജിച്ചത്. ശാന്തം, സമാധാനം. മുഷ്ടി, ചുരുട്ടിയ കൈ. വിശ്വം, ലോകം. വിപരീതം എഴുതുക. വിപരീതം. ആദരം, അനാദരം. സ്നേഹം, ദേഷ്യം. ഉചിതം, അനുചിതം. ശാന്തം, അശാന്തം. രൗദ്രം. സുന്ദരം, വിരൂപം. സ്വാതന്ത്ര്യം, പാരതന്ത്ര്യം അല്ലെങ്കിൽ അസ്വാതന്ത്ര്യം. പര്യായം. തല, ശിരസ്, ശീർഷം. കാൽ, ചരണം, പാദം. പുത്രൻ, തനയൻ, മകൻ. Once more to reading, please listen. ഭാരതീയൻ, ഭാരതത്തിൽ ജനിച്ചു വളർന്നവൻ. ജേതാവ്, ജയിച്ചവർ. തത്പരൻ, താല്പര്യമുള്ളവൻ. ഉചിതം, യോജിച്ചത്. ശാന്തം, സമാധാനം. മുഷ്ടി, ചുരുട്ടിയ കൈ. വിശ്വം, ലോകം. വിപരീതം. ആദരം, അനാദരം. സ്നേഹം, ദേഷ്യം. ഉചിതം, അനുചിതം. ശാന്തം, അശാന്തം അല്ലെങ്കിൽ രൗദ്രം. സുന്ദരം, വിരൂപം. സ്വാതന്ത്ര്യം, പാരതന്ത്ര്യം അല്ലെങ്കിൽ അസ്വാതന്ത്ര്യം. പര്യായം. തല, ശിരസ്, ശീർഷം. കാൽ, ചരണം, പാദം. പുത്രൻ, തനയൻ, മകൻ. നീറ്റായിട്ട് എഴുതുക, ശ്രദ്ധിച്ച് എഴുതുക, അക്ഷരത്തെറ്റില്ലാതെ എഴുതി ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം. ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു.